നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ സമൂഹ മന്ദരോഗ നിവാരണ ചികിത്സാ പരിപാടിയുടെ ഒന്നാം ഘട്ടത്തിന് തുടക്കം. കാഞ്ഞങ്ങാട്ട് വിളംബര ജാഥ നടന്നു. ഇടതുപക്ഷത്തിന്റെ ദേശീയ പ്രക്ഷോഭം. കാഞ്ഞങ്ങാട് LDF പൊതുയോഗം സംഘടിപ്പിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ശുചീകരണം നടന്നു. CPIMന്റെ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം 17-ന് തുടങ്ങും. മഹിളാ സെമിനാർ തണ്ണോട്ട് നടന്നു. പുല്ലൂർ ടൗണിൽ DYFI നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം സാമൂഹിക വിരുദ്ധർ തകർത്തു. നെല്ലിക്കാട്ട് അപ്പാട്ടിവളപ്പ് തറവാട്ടിൽ ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. മധുരക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ വിശദമായി. ദേശീയ സമൂഹ മന്ദരോഗ നിവാരണ ചികിത്സാ പരിപാടിക്ക് തുടക്കമായി. ചികിത്സാ പരിപാടിയുടെ ഒന്നാം ഘട്ടം തുടങ്ങി. ദേശീയ സമൂഹ മന്ദരോഗ നിവാരണ ചികിത്സാ പരിപാടിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് വിളംബര ജാഥ നടന്നു. വിളംബര ജാഥ ഹോസ്ദുർഗ് CI TP സുമേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തിരഞ്ഞെടുത്തുകൊണ്ട് അത് ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള കഠിനമായ ഒരു വിഷയം ജനപിന്തുണ ആർജിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ ഒരു ശ്രമം തന്നെയാണ്. സാധാരണയായി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ജനങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വളരെ റെസ്പോൺസിബിളായ ആളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ ഭാരിച്ച ഉത്തരവാദിത്തം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കാഞ്ഞങ്ങാട് നഗരസഭ, അതുപോലെ തന്നെ CHC പെരിയ, വെക്ടർ കൺട്രോൾ യൂണിറ്റ്, മിഡ്ടൗൺ റോട്ടറി ഉൾപ്പെടെയുള്ള സോഷ്യൽ കമ്മിറ്റഡായ സന്നദ്ധ സംഘടനകളെയൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ മലേറിയ ഓഫീസർ V സുരേഷൻ, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സുലേഖ, അഡ്വക്കേറ്റ് അനിൽ വിൻസെന്റ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഹോസ്ദുർഗ് പരിസരത്ത് നടന്ന സമാപന യോഗം നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴ്ന്നോറടി ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ കുഞ്ഞികൃഷ്ണൻ, മാസ് മീഡിയ ഓഫീസർ രാമചന്ദ്ര, വില്യംസ് ജോസഫ്, SR സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിളംബര ജാഥയിലെ കൊതുക് മനുഷ്യൻ ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടതുപക്ഷ പാർട്ടികളുടെ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് പൊതുയോഗം സംഘടിപ്പിച്ചു. നോർത്ത് കോട്ടച്ചേരിയിലാണ് പൊതുയോഗം നടന്നത്. കാഞ്ഞങ്ങാട്ട് നടന്ന വിശദീകരണ പൊതുയോഗം CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. വൻപിച്ച തോതിലുള്ള പ്രക്ഷോഭം വളർത്തിയെടുക്കണമെന്ന് തീരുമാനിച്ചത് ഇടതുപക്ഷ പാർട്ടികൾ ആ സാഹചര്യത്തിലാണ്. രാജ്യത്തൊരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു വന്നതുകൊണ്ട് ഇടതുപക്ഷ പാർട്ടികൾ ഇവിടെ ഈ രാജ്യത്തൊന്നും ചെയ്യാൻ കഴിയാത്തവരല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ ദയനീയമായി പരാജയപ്പെട്ട് കിടക്കുന്ന കോൺഗ്രസ് അവരുടെ സാമ്പത്തിക നയങ്ങളുടെ ഫലമായിട്ടാണ് അത് ഏറ്റുവാങ്ങിയതെങ്കിൽ ആ കോൺഗ്രസിനും ഈ രാജ്യം ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചൊരു പുനർവിചിന്തനത്തിനും അവരുടെ സാമ്പത്തിക നയങ്ങളിലുള്ള മാറ്റങ്ങൾക്കും അവരുടെ സമീപനങ്ങളിലുള്ള മാറ്റങ്ങൾക്കുമെല്ലാം ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു എന്നത് അവർ ഗൗരവതരമായി ചിന്തിക്കുന്നത് നല്ലതാണ്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം AK നാരായണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പങ്കെടുത്തു. LDF ജില്ലാ കൺവീനർ P രാഘവൻ സ്വാഗതം പറഞ്ഞു. AKTAയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡും പരിസരവും ശുചീകരിച്ചു. AKTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡും പരിസരവും ശുചീകരിച്ചു. ശുചീകരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി വരും കാലഘട്ടങ്ങളിൽ ഇത് ഏരിയ തലത്തിലും യൂണിറ്റ് തലത്തിലും ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ കേരളത്തെ മാലിന്യവിമുക്തമാക്കണം എന്നുള്ളതാണ് നമ്മുടെ മൊത്തത്തിലുള്ള തീരുമാനം. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ പല രോഗങ്ങളും പടർന്നു പിടിക്കുന്നത് ഇത്തരം മാലിന്യങ്ങൾ കൊണ്ടാണ് എന്നാണ് പുതിയ പഠനങ്ങളും കാര്യങ്ങൾ തെളിയിക്കുന്നത്. അപ്പം അത് മാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നിന്നല്ല, നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഇത്തരം പ്രവർത്തനത്തിൽ നമ്മൾ ഉണ്ടാവണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ശുചീകരണത്തിന് AKTA ജില്ലാ സെക്രട്ടറി
സെക്രട്ടറി KV രാഘവൻ, ജില്ലാ പ്രസിഡന്റ് K കുഞ്ഞമ്പു, വിജയൻ നമ്പ്യാർ, A കൃഷ്ണൻ, പ്രഭാകരൻ, M രാഘവൻ, ഷീല തുടങ്ങിയവർ നേതൃത്വം നൽകി. CPIM-ന്റെ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ഡിസംബർ 17-18 തീയതികളിൽ നടക്കും. മഹിളാ സെമിനാർ തണ്ണോട്ട് നടന്നു. CPIM കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ഡിസംബർ 18-19 തീയതികളിൽ വെള്ളിക്കോത്ത് വെച്ച് നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള അനുബന്ധ പരിപാടി വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. രാവണേശ്വരം തണ്ണോട്ട് മഹിളാ സെമിനാർ നടന്നു. മഹിളാ സെമിനാർ AIDWA E പത്മാവതി ഉദ്ഘാടനം ചെയ്തു. 2015 ഏപ്രിൽ മാസത്തിൽ വിശാഖപട്ടണത്ത് വെച്ചാണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ അതിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ നമ്മുടെ നാട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ മാസം തുടങ്ങിയ സമ്മേളനം, ആ സമ്മേളനത്തിൻ്റെ സമാപനമാണ് പാർട്ടി കോൺഗ്രസ്. ഒരു 7 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രക്രിയയാണ് CPIM-നെ സംബന്ധിച്ച് അതിൻ്റെ സമ്മേളനം. ഒക്ടോബർ മാസത്തിൽ ബ്രാഞ്ച് സമ്മേളനം, നവംബർ മാസത്തിൽ ലോക്കൽ സമ്മേളനങ്ങൾ, ഇപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ എല്ലാ ഏരിയ സമ്മേളനങ്ങളും, ജനുവരി മാസത്തിൽ ജില്ലാ സമ്മേളനം, ഫെബ്രുവരി മാസത്തിൽ ആലപ്പുഴയിൽ വെച്ച് സംസ്ഥാന സമ്മേളനം, പിന്നീടാണ് ഏപ്രിൽ മാസത്തിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും എല്ലാം പൂർത്തീകരിക്കുന്ന മുറക്ക് മറ്റൊരു വലിയ പ്രക്രിയ കൂടി പാർട്ടിയിലാകെ നടക്കുന്നുണ്ട്. CPM ലോക്കൽ സെക്രട്ടറി M ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് A കൃഷ്ണൻ, P ദാമോദരൻ, ദേവി രവീന്ദ്രൻ, ലക്ഷ്മി, സുനു ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ സെമിനാറിൽ പങ്കെടുക്കാൻ നിരവധി സ്ത്രീകൾ എത്തിയിരുന്നു. പുല്ലൂർ ടൗണിൽ ദേശീയപാതയോരത്ത് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം സാമൂഹിക വിരുദ്ധർ തകർത്തു. ഡിവൈഎഫ്ഐയുടെ പുല്ലൂർ യൂണിറ്റാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. മാസങ്ങൾക്ക് മുമ്പ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് തകർക്കപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർത്തത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ബസ് സമയ വിവരം സൂചിപ്പിക്കുന്ന ബോർഡും നശിപ്പിച്ച നിലയിലാണ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം വികൃതമാക്കിയ ശേഷം കരിയോയിൽ ഒഴിച്ച് വൃത്തികേടാക്കുകയായിരുന്നു. മറ്റു സൗകര്യങ്ങളില്ലാത്ത യാത്രികർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാതായതും ദുരിതമായി. ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന വിവരമറിഞ്ഞ് അമ്പലത്തറ പോലീസ് സ്ഥലത്തെത്തി. പുല്ലൂരിൽ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. KPCC ജനറൽ സെക്രട്ടറി P രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഈ സ്ഥലം മാറ്റം പെടുന്നവരിൽ കാസർഗോഡേക്ക് സ്ഥലം മാറ്റി കഴിഞ്ഞാൽ പലപ്പോഴും അതൊരു ശിക്ഷണ നടപടിയായിട്ടാണെങ്കിൽ പോലും അത് കാസർഗോഡിൻ്റെ ഒരു അവസ്ഥ വെച്ചത് ദയനീയ അവസ്ഥയാണ്. കാരണം വരുന്നവരെല്ലാം CPM അനുകൂലികളായ KGOU ജില്ലാ പ്രസിഡന്റ് M ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് PA അഷറഫ് അലി, അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ, ശാന്തമ്മ ഫിലിപ്പ്, അർജുനൻ തായലങ്ങാടി, സാജിദ് മൗവൽ, VV രമേശൻ, MP വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. CPIM-ന്റെ ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായി കാലിച്ചാനടുക്കം ടൗൺ ശുചീകരിച്ചു. CPM കാലിച്ചാനടുക്കം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. CPIM സംസ്ഥാന വ്യാപകമായി നടപ്പാക്കി വരുന്ന ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായി കാലിച്ചാനടുക്കം ടൗണും വിവിധ റോഡുകളും ശുചീകരിച്ചു. CPIM കാലിച്ചാനടുക്കം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടന്നത്. ചാമക്കുഴി കാലിച്ചാനടുക്കം റോഡിന്റെയും വളാപ്പാടി കാലിച്ചാനടുക്കം റോഡിന്റെയും ഇരുവശങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിച്ചു. ശുചീകരണത്തിന് CPIM ലോക്കൽ സെക്രട്ടറി PP ശശിധരൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KN ഭാസ്കരൻ, TV ജയചന്ദ്രൻ, മധു കോളിയാർ, E പത്മനാഭൻ, M അനീഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ത്രീകളടക്കം നിരവധി പേർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ GSTU കാസർഗോഡ് ഉപജില്ലാ സമ്മേളനം ചെർക്കളയിൽ നടന്നു. DCC സെക്രട്ടറി തച്ചങ്ങാട് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് സംസ്കാരം ഈ രാജ്യത്തോട് പോകുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് എന്നും GSTU പ്രവർത്തിച്ചു. GSTU ഉപജില്ലാ പ്രസിഡന്റ് KA ചാക്കോ അധ്യക്ഷത വഹിച്ചു. PS സന്തോഷ് കുമാർ, കുഞ്ഞിക്കണ്ണൻ കരിശ്ശേരി, BA ഇസ്മയിൽ, M പുരുഷോത്തമൻ, KK സുഹ്റ, ജോസ് മാത്യു, TK ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന അവാർഡ് ജേതാവ് M സീതാരാമ, ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവ് TO രാധാകൃഷ്ണൻ, 2011 സെൻസസ് ബെസ്റ്റ് എന്യൂമറേറ്റർ പുരസ്കാരം നേടിയ A ജയദേവൻ എന്നിവരെ അനുമോദിച്ചു.
തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം GSTU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം AJ പ്രദീപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. M. നാരായണൻ നമ്പൂതിരി, K. രാജീവൻ, KJ ജോണി, രാജേഷ് കുമാർ, VR അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മധുരക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മഹാമൃത്യുഞ്ജയ ഹോമവും മഹാഗണപതി ഹോമവും നടന്നു. മടിയൻകുലം ക്ഷേത്രപാലകേശ്വരന്റെ ഉപക്ഷേത്രമായ മധുരക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി മഹാഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും നടന്നു. ഐതിഹ്യ സമ്പന്നവും പൗരാണികവുമായ മധുരക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമത്തിൽ പങ്കാളികളാവാൻ ക്ഷേത്രപരിധിയിൽ നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. പ്രശ്നവിധി പ്രകാരമാണ് മഹാമൃത്യുഞ്ജയ ഹോമവും മഹാഗണപതി ഹോമവും നടത്തിയത്. ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഭക്തജനങ്ങളുടെ വിപുലമായ കൂട്ടായ്മയാണ് പ്രവർത്തിച്ചു വരുന്നത്. ശ്രീ മടിയൻകുലം ക്ഷേത്രപാലേശ്വരന്റെ കീഴിലുള്ള മധുരക്കാട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള അഗ്നിബാധയും അതുപോലെ തന്നെ പല ദുർനിമിത്തങ്ങളും കാരണം ഒരു പ്രശ്ന ചിന്തയിൽ പരിഹാര ക്രമങ്ങൾ നിർദ്ദേശിക്കുകയും അതിന് പ്രകാരം വളരെ വിപുലമായ തോതിൽ പല പരിഹാരക്രിയകളുടെ ഭാഗമായി മഹാഗണപതി ഹോമവും അതുപോലെ തന്നെ മഹാമൃത്യുഞ്ജയ ഹോമവും ഇവിടെ നടന്നു വരികയാണ്. ഭക്തജനങ്ങളിൽ നിന്നും നിർലോഭമായ സഹകരണം കൊണ്ട് നല്ല നിലയിൽ തന്നെ അവ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം ഇവിടെ ക്ഷേത്ര പുനർനിർമ്മാണവും അതുപോലെയുള്ള മറ്റ് വിപുലീകരണവും വളരെ നല്ല തോതിൽ നടത്താൻ ബന്ധപ്പെട്ട കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. മഹാമൃത്യുഞ്ജയ ഹോമത്തിന് വാരിക്കാട്ട് ശ്രീധരൻ തന്ത്രി കാർമ്മികത്വം വഹിച്ചു. പ്രസാദ വിതരണവും നടന്നു. നെല്ലിക്കാട്ട് അപ്പാട്ടിവളപ്പ് തറവാട്ടിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. അപ്പാട്ടിവളപ്പ് തറവാട്ടിലെ ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങി. കരിവള്ളൂർ കല്ലമ്പള്ളി ഹരിനമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. ഭാഗവത സപ്താഹയജ്ഞത്തിന് മുന്നോടിയായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര മാവുങ്കാൽ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കെടുക്കാനെത്തി. രാവിലെ 6:30 ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കും. ഭാഗവത സപ്താഹം 20 സമാപിക്കും. ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി മുഴുവൻ ദിവസവും അന്നദാനവും നൽകും. കലവറ ഘോഷയാത്രയിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ സമൂഹ മന്ദരോഗ നിവാരണ ചികിത്സാ പരിപാടിയുടെ 1ാം ഘട്ടത്തിന് തുടക്കം. കാഞ്ഞങ്ങാട്ട് വിളംബര ജാഥ നടന്നു. ഇടതുപക്ഷത്തിന്റെ ദേശീയ പ്രക്ഷോഭം. കാഞ്ഞങ്ങാട് LDF പൊതുയോഗം സംഘടിപ്പിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ശുചീകരണം നടന്നു. CPIMന്റെ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം 17-ന് തുടങ്ങും. മഹിളാ സെമിനാർ തണ്ണോട്ട് നടന്നു.
പുല്ലൂർ ടൗണിൽ ഡിവൈഎഫ്ഐ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം സാമൂഹിക വിരുദ്ധർ തകർത്തു. നെല്ലിക്കാട്ട് അപ്പാട്ടിവളപ്പ് തറവാട്ടിൽ ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. മധുരക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.